ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ ഗ്രനോള ആർക്കിന്റെ പാർട്ട് 3 ആണ്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവർ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ സീരിയൽ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. ഈ ഒരു പ്ലാനറ്റിൽ സുഗേറിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരെയും കാണിക്കുന്നു. അങ്ങനെ ഗ്രനോള സ്പേസ്ഷിപ്പ് ലാൻഡ് ചെയ്ത് അവിടെയുള്ള ആൾക്കാരോട് ഈ സ്പേസ്ഷിപ്പ് റിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെയുള്ള കടയിൽ നിന്നും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു കടക്കാരൻ ഗ്രനോളയോട് ചോദിക്കുന്നു, നിന്റെ കൂടെയുള്ള ആ വയസ്സായ ആളെ ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്, അവർക്ക് സുഖം തന്നെയല്ലേ? ഗ്രനോള പറയും, കുഴപ്പമൊന്നുമില്ല, ആൾക്കിപ്പം 500 വയസ്സിന് മുകളിലായി, അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ നടക്കാനൊന്നും കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു സുഗേറിയൻ ഗ്രനോളയോട് പറയും, നിനക്കും നമ്മളുടെ കൂടെ ജീവിച്ചുകൂടെ, എന്തിനാണ് ഒറ്റയ്ക്ക് മാറി താമസിക്കുന്നത്? ഗ്രനോള പറയും, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഗ്രനോള സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തേക്ക് പോകുന്നു. ആ പോകുന്ന ഇടയിൽ തന്നെ നമ്മുടെ ഓട്ട്മീലും ഗ്രനോളയോട് ചോദിക്കുന്നുണ്ട്, നിനക്കും അവരുടെ കൂടെ ജീവിക്കാമല്ലോ, എന്തിനാണ് പിന്നെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത്? അവർക്ക് ഒരു കുഴപ്പവുമില്ല. കൂടാതെ ഓട്ട്മീല്, ഇത് നിങ്ങളുടെയും ഒരു സ്ഥലമായിരുന്നില്ലേ എന്നും ചോദിക്കുന്നു. ഗ്രനോള, അതെ, 40 വർഷം മുമ്പ് ഇത് നമ്മുടെയും സ്ഥലമായിരുന്നു. ഫ്രീസ എപ്പോൾ വന്ന് ഈ ഒരു പ്ലാനറ്റ് ഒക്കെ ഇല്ലാതാക്കിയോ അതിനുശേഷം നേരത്തെ കാണിച്ച ഹീറ്റേഴ്സ് എന്ന ആൾക്കാർ വന്ന് ഈ ഒരു പ്ലാനറ്റ് റീബിൽഡ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം സുഗേറിയൻസ് എന്നുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ താമസിപ്പിക്കുകയും ചെയ്തു. എന്റെ കൂടെയുള്ള എല്ലാവരും മരിച്ചതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറയുന്നു. അങ്ങനെ ഗ്രനോള നടന്ന് ആ ഒരു മലമുകളിൽ എത്തിയപ്പോൾ താൻ പണ്ട് ജീവിച്ചിരുന്ന ആ ഒരു സിറ്റിയൊക്കെ നോക്കുന്നു. ഇതിനൊക്കെ ഞാൻ റിവെഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഒരു പഴയ ഓർമ്മകളൊക്കെ ഗ്രനോളയിൽ ഉണ്ടാകുന്നു. ഇനി നമ്മുടെ ബിയറസിന്റെ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. വെജീറ്റ ഫാൻസ് കാത്തു നിൽക്കുന്ന ആ ഒരു മൊമെന്റിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ബിയറസ് വെജീറ്റയോട് ചോദിക്കും, നിങ്ങൾ സയൻസ് എല്ലാവരും ചേർന്ന് നിലവിൽ എത്ര പ്ലാനറ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്? ഈ സമയം വെജീറ്റ പറയും, അതിനൊന്നും ഒരെണ്ണം കൃത്യമായി പറയാൻ കഴിയില്ല, അത്രമാത്രം പ്ലാനറ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഇൻഫിനിറ്റി വേണമെങ്കിൽ നമുക്ക് പറയാം. സയൻസിന്റെ പാഷൻ തന്നെ ഫൈറ്റ് ചെയ്യുക എന്നത് മാത്രമായതുകൊണ്ട് ഒരു പ്ലാനറ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. അതുപോലെ തന്നെ ഒന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരെ കൊന്നതുകൊണ്ട് തന്നെ ഒരുപാട് പാവം മനസ്സിലുണ്ട് എന്നും, പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നും വെജീറ്റ പറയുന്നു. അപ്പോൾ ബിയറസ് പറയും, ഓ, അത്രമാത്രം പാവങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ വെജീറ്റ. ഇതിന്റെയൊക്കെ പ്രധാന കാരണം ആ ഫ്രീസയാണ്. ഫ്രീസ വന്ന് എപ്പോൾ സയൻസിനെ അടിമകളാക്കിയോ അതിനുശേഷം ഫ്രീസ ഒരുപാട് മിഷൻസ് ഒക്കെ തന്നു ഇങ്ങനെ ഒരുപാട് പ്ലാനറ്റിനെയൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട് എന്നും വെജീറ്റ പറയുന്നു. ബിയറസ് പറയും, അപ്പോൾ ഇതിന്റെയൊക്കെ പ്രധാന കാരണം ഫ്രീസയാണല്ലേ? അതുമാത്രമാണെന്ന് പറയാനും സാധിക്കില്ല. എന്റെ ഫാദർ ആയിട്ടുള്ള കിങ് വെജീറ്റ ഒരു പവർഫുൾ ആയിട്ടുള്ള പ്ലാനറ്റും കിങ്ഡവും ഒക്കെ വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി പല പ്ലാനറ്റും സയൻസ് ഡിസ്ട്രോയ് ചെയ്തിരുന്നു. ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് ഫ്രീസ നമ്മളെ അടിമകളാക്കിയിരുന്നത്. അങ്ങനെ സയൻസിന്റെ വളർച്ച ഫ്രീസയ്ക്ക് ഇഷ്ടപ്പെടാതെ നമ്മളുടെ പ്ലാനറ്റും ഡിസ്ട്രോയ് ചെയ്തു എന്നൊക്കെ നമ്മുടെ വെജീറ്റ പറയുന്നു. ബിയറസ് പറയും, നിങ്ങളൊക്കെ പാവങ്ങളായി പോയി, ജീവിതം മൊത്തം അടിമയായി അവസാനം മരിച്ചു പോയല്ലോ, നിങ്ങളുടെ വിധി എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് വെജീറ്റ പറയും, എനിക്ക് ടെക്നിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് സയൻസിന്റെ ഹിസ്റ്ററി എന്തിനാണ് ചോദിക്കുന്നത്? ഇത് കേട്ട് ബിയറസിന് ദേഷ്യം വന്ന് ആ ദേഷ്യത്തിൽ ഒരു ചെറിയ പ്ലാനറ്റ് തന്നെ നശിപ്പിച്ചു കളയുന്നു, അതും ഒരു ചെറിയൊരു എനർജി ബ്ലാസ്റ്റ് വെച്ച്. ഇത് കണ്ട് ആ പ്ലാനറ്റിലുള്ള എല്ലാവരും ഷോക്കാകുന്നു. നമ്മുടെ ഓറക്കിൾ ഫിഷ് ഉറങ്ങുന്നതിനിടെ ഒന്ന് ഞെട്ടി ജാറിൽ നിന്നും പുറത്തുപോയി. അതിനുശേഷം പിന്നെയും ആ ജാറിലേക്ക് തിരിച്ചു കയറുന്നു. ആ ഒരു അളവിനുള്ള ഇമ്പാക്ട് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. വിസ് പറയും, ഇങ്ങനെ പ്ലാനറ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്ത യൂണിവേഴ്സ് 7ൽ തന്നെ ഒന്നും ഉണ്ടാകില്ല. ഗോക്കു പറയും, ബിയറസ് എന്താ ഒരു കാരണവുമില്ലാതെ പ്ലാനറ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നത്? ഇത് കണ്ട് വെജീറ്റ ചോദിക്കും, ഇത് എന്ത് ടെക്നിക്കാണ്? ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു പ്ലാനറ്റ് തന്നെ ഡിസ്ട്രോയ് ചെയ്തല്ലോ. ബിയറസ് പറയും, എനിക്കറിയുന്ന പല ടെക്നിക്കുകളിൽ ഇത് വെറും ചെറുത്. വെജീറ്റ ചോദിക്കും, ഇത് എനിക്കൊന്ന് പഠിപ്പിച്ചു തരാമോ? ഇത് കേട്ട ഉടൻ തന്നെ ബിയറസ് വെജീറ്റയുടെ മുഖത്തിന് പിടിച്ച് താഴെയിടും. വെജീറ്റ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ബിയറസ് പറയും, നിന്റെ ഉള്ളിൽ ഒരുപാട് കുറ്റബോധമുണ്ട്, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ തന്നെ സാധിക്കില്ല എന്നും പറഞ്ഞ് വെജീറ്റയെ വലിച്ചെറിയുന്നു. അങ്ങനെ ഇതിനു ശേഷമാണ് ബിയറസ് ആ ഒരു വലിയ രഹസ്യം വെജീറ്റയോട് പറയുന്നത്. ഫ്രീസയോട് പറഞ്ഞ് നിന്റെ പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ പറഞ്ഞത് മറ്റാരുമല്ല, ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ഞാൻ തന്നെയാണ്. അങ്ങനെ ഫൈനലി ബിയറസ് വെജീറ്റയോട് ഇത് പറയുന്നു. വെജീറ്റ ഒരു നിമിഷം ഇത് വിശ്വസിക്കാനാകാതെ, നീയാണല്ലേ അപ്പോൾ എന്റെ സെയിൻ പ്ലാനറ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്തത് എന്ന് പറഞ്ഞ് വെജീറ്റ സൂപ്പർ സൈൻ ബ്ലൂ ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറുന്നു. ഇത് സെൻസ് ചെയ്ത ഗോക്കു, വെജീറ്റ എന്തിനാണ് ഇപ്പോൾ സൂപ്പർ സൈൻ ബ്ലൂ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ വെജീറ്റ സൂപ്പർ സൈൻ ബ്ലൂവിൽ പോയി ബിയറസിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ കുറച്ചു സമയം ഇവരുടെ ഫൈറ്റ് ഉണ്ടാകുന്നു. ഈ ഒരു ഫൈറ്റിൽ വെജീറ്റ എത്രയൊക്കെ ബിയറസിനെ അടിക്കാൻ നോക്കിയാലും ഒന്നും തന്നെ ബിയറസിനെ ഏൽക്കുകയില്ല. അങ്ങനെ ബിയറസ് വെജീറ്റയുടെ മുകളിൽ കയറി, കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് എന്തിനാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നത്? പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ ആർക്കും തന്നെ മാറ്റാൻ കഴിയില്ല എന്നൊക്കെ ബിയറസ് പറയും.
പറയുന്നുണ്ടെങ്കിലും വെജീറ്റ അതൊന്നും കേൾക്കാതെ പിന്നെയും ബിയറസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അവസാനം ബിയറസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് വെജീറ്റയുടെ നേരെ ചെറിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കുന്നു. ആ ഒരു ചെറിയ ബ്ലാസ്റ്റിൽ തന്നെ വെജീറ്റ തെറിച്ചങ്ങ് ദൂരെ പറന്നു പോകുന്നു. ഈ സമയം വെജീറ്റയുടെ ആ ഒരു ആർമർ തന്നെ പൊട്ടിപ്പോയിട്ടുണ്ടാകും. ഇത് ബിയറസിന്റെ ഒരു സ്പെഷ്യൽ മൂവും കൂടിയാണ്. ഗോക്കു ഇതൊക്കെ കണ്ട് ഇംപ്രസ് ആകുന്നു. ലോർഡ് ബിയറസിന്റെ സിഗ്നേച്ചർ മൂവ് അല്ലേ അത്. പാവം വെജീറ്റ മുഴുവനായും ഈ പവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെജീറ്റ ഇപ്പോൾ തന്നെ കാലിയാകുമായിരുന്നു. വിസ് പറയും ഇതൊരു പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് ആണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ വെജീറ്റയുടെ ആർമർ തന്നെ പൊട്ടിപ്പോയി. ഇതുപോലുള്ള പവേഴ്സ് ഒക്കെ വെജീറ്റ മാസ്റ്റേർഡ് ചെയ്യണമെങ്കിൽ വളരെയധികം കഷ്ടമുള്ള ഒരു കാര്യവുമാണ്. അതേസമയം ബിയറസ് വെജീറ്റയുടെ അടുത്ത് പോയി പറയും, എന്റെ മനസ്സിൽ എപ്പോഴും ഡിസ്ട്രക്ഷൻ എന്നൊരു വാക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ തന്നെയായി മാറിയത്. നിനക്കും എന്നെ പോലുള്ള ഡിസ്ട്രക്ഷൻ പവർ വേണമെങ്കിൽ നിന്റെ ഉള്ളിൽ ഒരിക്കലും കുറ്റബോധം ഉണ്ടാവരുത്. നീ ഇനി ചിന്തിക്കുന്നതെല്ലാം റീക്രിയേറ്റ് ചെയ്യണമെന്നും പറയുന്നു. ഈ സമയം നമ്മുടെ ഹീറ്റേഴ്സിനെ കാണിക്കുന്നു. ഇവർ ഇപ്പോൾ OG-73യുടെ ഡേറ്റാസ് ഒക്കെ ചെക്ക് ചെയ്യുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് 73 കണ്ടതെന്നും ചെയ്തതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്നു. അതേസമയം സുനോയെ പറ്റിയുള്ള കാര്യങ്ങളും ഇവർ മനസ്സിലാക്കുന്നു. ഈ ഒരു യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഈ സുനോയ്ക്ക് അറിയാം. അതുപോലെ ഗാലക്റ്റിക് പാട്രോൾ ഇപ്പോഴും ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ടെന്നും ഇവർ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് സുനോയെ കണ്ടുപിടിക്കാമെന്ന് അവരുടെ കൂടെയുള്ള ഒരു പെണ്ണ് പറയുന്നു. ഈ സമയം എലക്ക് പറയും, അതൊന്ന് നോക്കൂ, ആ ഒരു പ്രിസണറിലുള്ള ആൾക്കാർ എങ്ങനെയാണ് റിലീസായതെന്ന് തൊട്ടടുത്തുള്ള ഒരാളോട് ചോദിക്കൂ. അവൻ പറയും ഡ്രാഗൺ ബോൾസ് വെച്ചാണ് അവർ റിലീസായത്. ഈ സമയം ഡ്രാഗൺ ബോൾ എന്താണെന്ന് അറിയാത്ത എലക്ക് അവരോട് ഈ ഡ്രാഗൺ ബോൾ എന്താണെന്ന് ചോദിക്കുന്നു. ഡ്രാഗൺ ബോൾസ് എന്നത് നാമക്കൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണെന്നും നമ്മുടെ എന്ത് ആഗ്രഹം ചോദിച്ചാലും അതൊക്കെ സാധിച്ചു തരുമെന്നും പറയുന്നു. അപ്പോൾ എലക്ക് പറയും ഇങ്ങനെയാണല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഫ്രീസയും തിരിച്ചു വന്നിട്ടുണ്ടാവുക എന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നു. ഈ സമയം ആ ഒരു പെണ്ണ് പറയും നാമക്കിയൻസ് അല്ലേ, ഞാൻ ഇതെവിടെയോ കേട്ടിട്ടുണ്ട്, ആ ഒരു പച്ച കളറിലുള്ള ആൾക്കാരല്ലേ. ഗ്യാസ് പറയും ഒരു കാലത്ത് സീരിയൽ പ്ലാനറ്റിൽ ഈ ഒരു നാമക്കൻസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് എലക്ക് പറയുന്നത് ആ ഗ്രനോളയുടെ കൂടെയുള്ള ആ ഒരു വയസ്സായിട്ടുള്ള വ്യക്തി ഒരു നാമക്കൻ അല്ലേ. ഗ്രനോളയോട് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്നും എലക്ക് പറയുന്നു. അങ്ങനെ ഈ സമയം പ്ലാനറ്റ് സീരിയൽ കാണിക്കുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞ ആ ഒരു നാമക്കന്റെ പേരാണ് മൊണൈറ്റോ. പുള്ളിക്കാരൻ ഇവിടെ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് ഗ്രനോള അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ തന്നെ രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പല കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ ആ ഒരു നാമക്കൻ ചോദിക്കും ഇനിയും നിന്റെ ജോലി ആവശ്യത്തിന് നീ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടോ. ഗ്രനോള പറയും ഇല്ല, ഇനി നിങ്ങളുടെ കൂടെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കണം. അങ്ങനെ ഇതേ സമയം ഗ്രനോള ആ ഒരു നാമക്കനോട് ഫ്രീസ ഇപ്പോഴും ജീവനോടുള്ള കാര്യം പറയുന്നു. ഈ സമയം ഗ്രനോള ഞാൻ തന്നെ അവസാനം ഫ്രീസയെ കൊല്ലുമെന്നൊക്കെ പറയുന്നു. നാമക്കൻ പറയും നിനക്ക് ഫ്രീസയെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, നിനക്ക് ആ ലെവലിലുള്ള പവേഴ്സ് ഒന്നും ഇല്ല എന്നും പറയുന്നു. ആ ഒരു സമയമാണ് ഗ്രനോള 1 സ്റ്റാർ ഡ്രാഗൺ ബോൾ കാണുന്നത്. മറ്റു ഡ്രാഗൺ ബോൾസ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്. ഇത് കണ്ട ഉടൻ തന്നെ നാമക്കൻ പറയും ഡ്രാഗൺ ബോൾ ക്രിയേറ്റ് ചെയ്തത് റിവെഞ്ചിന് വേണ്ടിയല്ല. ഗ്രനോള പറയും ഡ്രാഗൺ ബോളിൽ 2 വിഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് ചെയ്യുകയുള്ളൂ എന്നും പറയുന്നു. ഈ സമയം നാമക്കൻ പറയും ഈ ഒരു സീരിയൽ പ്ലാനറ്റിൽ ടോട്ടൽ 20 നാമക്കൻസ് ഉണ്ടായിരുന്നു. അവസാനം ഇപ്പോൾ ഞാൻ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി. അവസാനം ഞാനും കൂടി മരിച്ചുപോയാൽ ഈ ഒരു ഡ്രാഗൺ ബോൾസും എന്റെ കൂടെ ഇല്ലാതാകും. ഈ സമയം ഗ്രനോള നാമക്കനോട് ചോദിക്കും ഞാൻ ഈ ഡ്രാഗൺ ബോൾസ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ പ്ലാനറ്റ് 50 വർഷം മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ റീസ്റ്റോർ ചെയ്താലോ, അപ്പോൾ എന്താണ് സംഭവിക്കുക. നാമക്കൻ പറയും നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത്, ഓൾറെഡി സുഗേറിയൻസ് എന്ന ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. പിന്നെ നീ വിഷ് ചെയ്ത് നിന്റെ പണ്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ജീവിക്കാൻ സ്ഥലം തന്നെ ഉണ്ടാവുകയില്ല. ഇത് കേട്ടപ്പോൾ തന്നെ ഗ്രനോള പറയും അങ്ങനെ ഇത് നടന്നില്ലെങ്കിൽ ഫ്രീസ എന്തായാലും റിവെഞ്ച് എടുക്കണം. നാമക്കൻ പറയും നീ റിവെഞ്ച് എടുത്താലും പുതിയ എനിമീസ് വന്നുകൊണ്ടേയിരിക്കും, ഇതൊരു നല്ല തീരുമാനമല്ലെന്നും ഗ്രനോളയോട് പറയുന്നു. ഗ്രനോള അതും ശരിയാണ്. നാമക്കൻ പറയും നീ ഇപ്പോൾ ഡ്രാഗൺ ബോൾസിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ഹാപ്പി ആയിട്ട് ജീവിക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ചു സമയം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നു. അങ്ങനെ നൈറ്റ് ഗ്രനോള TV ഒക്കെ കണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ന്യൂസ് വരുന്നത്. ഒരു ചെറിയ പയ്യൻ പ്രാണികളെയൊക്കെ കണ്ടുപിടിക്കുന്നതിനിടയിൽ ഒരു ഓറഞ്ച് കളറിലുള്ള ക്രിസ്റ്റൽ ബോൾ കണ്ടുപിടിച്ചു. ഇതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സയന്റിഫിക്കലി ടെസ്റ്റ് നടത്തുകയാണെന്നും TVയിൽ കാണിക്കുന്നു. ഇത് കണ്ടയുടൻ തന്നെ ഗ്രനോള ഷോക്ക് ആകുന്നു. തന്റെ കയ്യിലുള്ള 1 സ്റ്റാർ ഡ്രാഗൺ ബോളും TVയിൽ കാണിച്ചിട്ടുള്ള 2 സ്റ്റാർ ഡ്രാഗൺ ബോളും ഗ്രനോള നോക്കുന്നു. അങ്ങനെ ആ ഒരു 2 സ്റ്റാർ ഡ്രാഗൺ ബോൾ എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞ് ആളറിയാതിരിക്കാൻ മുഖമൊക്കെ മറച്ച് ഒരു മ്യൂസിയം പോലെയുള്ള ഒരു സ്ഥലത്തെത്തി ആരും കാണാതെ ആ ഡ്രാഗൺ ബോൾസ് എടുത്ത് പുറത്തേക്ക് പോകുന്നു. എങ്ങനെയെങ്കിലും ഈ ഒരു ഡ്രാഗൺ ബോൾസ് വെച്ച് വിഷ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഓട്ട്മീൽ ചോദിക്കും നാമക്കൻ ഇതിനെപ്പറ്റി പറഞ്ഞതല്ലേ, റിസ്ക് എടുക്കണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ ഗ്രനോള പറയും എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. ഓട്ട്മീൽ പറയും ഡ്രാഗൺ ബോൾ സമ്മൺ ചെയ്യണമെങ്കിൽ ഒരു സ്പെൽ പറയണം, അത് നിനക്ക് അറിയുമോ എന്ന് ഗ്രനോളയോട് ചോദിക്കും. അങ്ങനെ അത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് ഡ്രാഗൺ
ഡ്രാഗൺ ബോൾ സമ്മൺ ചെയ്യുന്നു. ഷോക്കിംഗ്ലി വെറും 2 ഡ്രാഗൺ ബോൾ വെച്ച് തന്നെ ആ ഒരു ഡ്രാഗൺ പുറത്തേക്ക് വരുന്നു. ഈ ഒരു ഡ്രാഗനെ കാണാൻ തന്നെ വ്യത്യാസമായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഡ്രാഗൺ ചോദിക്കും, നിനക്ക് എന്ത് വിഷാണ് വേണ്ടത്? ഗ്രനോള പറയും, എന്ത് വിഷ് വേണമെങ്കിലും ചോദിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ യൂണിവേഴ്സിലെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരാളായി മാറണം, ഗ്രേറ്റസ്റ്റ് വാരിയർ ആകണമെന്നുമൊക്കെ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പാർട്ട് ഇത്ര വരെ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ വരാം.